ഹായ്, എസ് വി അരുളനാണ്. ഈ നാട്ടിലെ രക്ഷിതാക്കളോടാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാരണവശാലും കേരളത്തിൽ ഈ വെക്കേഷൻ കാലയളവിൽ സ്പെഷ്യൽ ക്ലാസ് അനുവദിക്കില്ല എന്നുള്ള കാര്യം. നല്ല തീരുമാനം. എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എന്ന പേരിൽ അവരെ ദയവ് ചെയ്ത് പീഡിപ്പിക്കാതിരിക്കുക. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വേണ്ടതാണ് അവരുടെ ചെറിയ പ്രായത്തിൽ ഈ പ്രായങ്ങളെല്ലാം ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ റിവേഴ്സ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഫോർവേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബാല്യം, കൗമാരം ഏതോ ആയിക്കോട്ടെ, അതെല്ലാം ഒരു നിശ്ചിത പീരീഡാണ്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉള്ളത് കൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂളിലെ മാനേജ്മെൻറ്റുകൾ വെക്കേഷൻ സമയത്തൊക്കെ സ്പെഷ്യൽ ക്ലാസ്, ആ ക്ലാസ്, ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ക്ലാസ് വയ്ക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്താണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ട്. നിങ്ങളോളം മണ്ടന്മാർ ഈ ലോകത്തുണ്ടോ? ചോദിക്കാതിരിക്കാൻ, നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ കൊള്ള ഫീസ് വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവർ നടത്തുന്നത് ഫീസ് വാങ്ങിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഫീസാണ്. ആ ഫീസ് കൊടുക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കില്ല. അപ്പോൾ അവർക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവിയല്ല പ്രധാനം, ഫീസാണ് പ്രധാനം. പിന്നെ വെക്കേഷൻ സമയത്ത് ഒരു സ്പെഷ്യൽ ക്ലാസ് എന്തിനായിരിക്കും? ഇതൊരു കച്ചവട സ്ഥാപനമാണെന്ന് സാമാന്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അവരെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണത്തെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഊരിയെടുക്കാമെന്നുള്ള ചിന്തയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു തരം അടിമകളെ പോലെ വളർത്തുന്നത്. എനിക്ക് പലപ്പോഴും ഇന്നത്തെ കാലത്തെ കുട്ടികളെ കാണുമ്പോൾ ഈ ബ്രോയിലർ കോഴികളുണ്ടല്ലോ, ബ്രോയിലർ കോഴികളെ പോലെയാണ്. ഒരു പഠന കേന്ദ്രത്തിൽ നിന്ന് ട്യൂഷൻ കേന്ദ്രത്തിലേക്ക് എടുത്തറിയുന്നു. അത് അവിടെ ചെന്ന് കിടന്ന് എന്തൊക്കെയോ, അതായത് രാവിലെ മുതൽ പഠനം, പിന്നെ അത് നേരെ വീട്ടിൽ വന്നതിന് ശേഷം സ്കൂളിലെ ഹോംവർക്ക്. ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തോരം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു ആളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശേഷിയുള്ള രക്ഷിതാക്കളോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. രാവിലെ മുതൽ എന്തൊരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഒരു ഇതില്ല, ഒരു പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം, അതിൻ്റെ അടുത്ത പഠനം. ഒരു മാനസിക ഉല്ലാസം കൊടുക്കാൻ പറ്റാതെ. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പ്രായം ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രായത്തിലെത്തുമ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകൾ, അതിൽ വെക്കേഷൻ സമയത്തുള്ള കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയ ഓർമ്മകൾ, എൻ്റെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത സന്ദർഭങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ ഓർമ്മകൾ അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അവർ ഉല്ലസിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് കുറേ പേപ്പറുകളിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന പാഠഭാഗങ്ങളല്ല. ആ പാഠഭാഗങ്ങളൊന്നും പഠിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഗുണവും വരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് പഠിക്കേണ്ടെന്നല്ല. ഇപ്പോൾ ഇവിടെ സിലബസ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്, അതൊക്കെ അവർ പഠിക്കട്ടെ. പക്ഷേ 2 മാസം അവർ സ്വതന്ത്രമായി ഒന്ന് ഉല്ലസിക്കാൻ വിടും. നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും അവരുടെ കരിയറിനോടൊപ്പം തന്നെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 മാസം അവർ കളിക്കട്ടെ, മാനസികമായി ഉല്ലസിക്കട്ടെ. അവരുടെ മനസ്സുകളിലെ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കപ്പെടട്ടെ. ആ ഓർമ്മകളാണല്ലോ അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി രൂപപ്പെടുന്നത് ഒരു പുസ്തകത്തിൽ നിന്നുമല്ല. അതെങ്കിലും ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പുസ്തകങ്ങൾ വായിച്ച് രൂപപ്പെടും. ഏത് പുസ്തകങ്ങൾ? സ്കൂളിലെ ഈ ഉണ്ടാക്കുന്ന പോർഷൻസ് വെച്ചിട്ട് ഒരു വ്യക്തി രൂപപ്പെടാൻ പോകുന്നില്ല. ആ അറിവുകൾ അവന് ഇപ്പോൾ ഓരോ പ്രായത്തിന് അടിസ്ഥാനപ്പെടുത്തി, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അവർ കാണുന്നത് ഓരോന്നും ഓരോ അറിവാണ്. നിങ്ങൾ പഠിച്ച കാലഘട്ടത്തിലെ അറിവല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ അറിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോമ്പറ്റീഷന് വേണ്ടി കുട്ടികളെ നിങ്ങൾ റെഡിയാക്കേണ്ടത് ഒരു തരം ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ, മറ്റേ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തിട്ട് അതിനെ ഒരു പ്രത്യേക വഴിയെ ഇങ്ങനെ നടത്തിക്കുന്നതിലൂടെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭങ്ങളിൽ അവർ ചെയ്യേണ്ടത്, അവർ അവർക്ക് മാനസികമായ ഉല്ലാസത്തിൽ കളിക്കാൻ പോവുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ അവരുടെ മാനസിക വളർച്ചയും കൂടി ഉണ്ടാകണം. ഈ പഠനം കൊണ്ട് മാത്രം ഒരു മാനസിക വളർച്ചയൊന്നും ഈ ലോകത്ത് ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിദ്യാഭ്യാസം വേണ്ട, വിദ്യാഭ്യാസം അതിന് അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ഒരു വർഷത്തിൽ 10 മാസം അവർ പഠിക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസം അവർക്ക് അനിവാര്യം തന്നെയാണ്. അതിൽ ആ 10 മാസം നിങ്ങൾ അവർ പഠിക്കുന്നതിന് വേണ്ടുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. അതിനുശേഷം ഒരു വർഷത്തിൽ ഏതൊരു മനുഷ്യനാണ് ഗൾഫിൽ പോയി നിൽക്കുന്നവരും 1 മാസം 1.5 മാസം വീട്ടിൽ വന്ന് വെറുതെ നിൽക്കാറുണ്ട്. അവർക്കെന്താണ് ആ സമയം കൂടെ ജോലി ചെയ്താൽ പൈസ കിട്ടൂലേ? എന്തിനാ നാട്ടിൽ വന്ന് നിൽക്കേണ്ട കാര്യം? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഈ വെക്കേഷൻ ടൈമിലൊക്കെ സ്കൂളുകൾ ഓരോന്ന് പറയുന്നത് നിങ്ങളുടെ പൈസ പിഴിഞ്ഞെടുക്കാനെന്നതിനപ്പുറം അവർക്ക് നിങ്ങളുടെ കുട്ടികൾ എന്തായോ ആയില്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ടീച്ചർമാർ അവിടെ നിന്ന് മാറിപ്പോകും, പക്ഷേ മാനേജ്മെൻറ്റ് സ്ഥായിയായിട്ട് അവിടെ ഉണ്ടാകും. ഇന്നത്തെ ടീച്ചർമാർ വേറെ ജോലി കിട്ടുമ്പോൾ അടുത്ത ആളെ വെച്ചിട്ട് ഇത് റൺ ചെയ്യിക്കുക, ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതിനപ്പുറത്തേക്ക് ഈ വിദ്യാഭ്യാസ കച്ചവടത്തിന് വേണ്ടി സ്വന്തം മക്കളെ എന്തിനും ഏതിനും പാഠപുസ്തകങ്ങളിൽ അടച്ചിടുന്ന വ്യക്തികൾ. ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയുകയാണ്, ഒരു വ്യക്തി രൂപപ്പെടുന്നത് അനുഭവങ്ങളിലൂടെയാണ്. അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയറിങ് ഇപ്പോൾ ഒരാളുമായിട്ട് പങ്കുവയ്ക്കൽ പോലും പഠിക്കുന്നത് ഒരുപക്ഷെ കളിക്കളങ്ങളിൽ നിന്നായിരിക്കാം, കൂട്ടുകാർക്കിടയിൽ നിന്നായിരിക്കാം. അങ്ങനെ പല അനുഭവങ്ങൾ, തമാശകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുതിലെ മുതൽ വീടുകളിൽ പഠിച്ചിട്ട് വരുന്ന ചില പിടിവാശികൾ, ഇതെല്ലാം മാറുന്നത് ഈ കൂട്ടുകാർക്കിടയിലുള്ള കളിയാക്കലുകൾ, തമാശകളാണ്. അതോടൊപ്പം തന്നെ ഒരു സ്പോർട്സ്മാൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോകുമ്പോഴാണ് ഉള്ളിൽ അവനവന് അത് ചെയ്യണമെന്നുള്ള വാശി രൂപപ്പെടുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രൂപപ്പെടേണ്ടത്, മാനസികമായി അത് പരുവപ്പെട്ട് വരേണ്ടത് ഈ കളിക്കളങ്ങളിലൂടെയൊക്കെ ആണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 2 മാസം പിള്ളേരെ ഒന്ന് കളിക്കാൻ വിടും. അവർക്ക് നാളൊരു കാലത്ത് അവരുടെ തലമുറയോട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അല്ലാതെ പഠിക്ക് എന്നുള്ള നിലയ്ക്ക് ആ മാനസിക വളർച്ചയെ ദയവ് ചെയ്ത് ഈ വാചകത്തിൽ മുരടിപ്പിക്കരുത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ വിഷയത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപന കച്ചവടക്കാർ നടത്തുന്ന ഈ വെക്കേഷൻ സമയത്തിലെ പൈസ അടിക്കാനുള്ള പരിപാടിക്കെതിരെ കർശന നിർദ്ദേശം കൊടുത്ത ആ തീരുമാനത്തെ ശക്തമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത്തരം ഇടപെടലുകൾ തന്നെയാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് കളിക്കളങ്ങളാണെങ്കിൽ ആ കളിക്കളങ്ങളിലേക്ക് പോകാൻ അവർക്ക് അവസരമുണ്ടാകണം. അല്ലാതെ നിങ്ങൾ എല്ലാ കാലത്തും അവർ രക്ഷിതാവായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. നാളുകളിൽ അവർ ഈ സമൂഹത്തിൻ്റെ കൂടി ഭാഗമായി വളർന്നു വരേണ്ട തലമുറയാണ്. ആ തലമുറയെ ദയവ് ചെയ്ത് ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഈ പഠന കച്ചവട പരിപാടിക്ക് കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കരുതെന്നൊരു വിനീതമായ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്.